നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് പവർ ഓഫ് കോമ്പൗണ്ടിങ് അല്ലാതെ തന്നെ കൂട്ടുപലിശ എന്ന് പറയില്ലേ, ഇത് എങ്ങനെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലും എങ്ങനെ ഒരു നമ്മൾ ബാങ്കിൽ FD ആയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇത് നമുക്ക് എപ്പോഴും പവർ ഓഫ് കോമ്പൗണ്ടിങ് നടക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു റിട്ടേൺ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സെയിം ആയിട്ട് ഏകദേശം റിട്ടേൺ കിട്ടും. അപ്പോൾ അത് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമുക്കിത് കിട്ടും. 20 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഇതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 7% വെച്ചാണ് നമുക്ക് ഒരു FD ഒക്കെ നമുക്കൊരു 7% നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇവിടെ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഇതൊരു 20 ലക്ഷത്തിനടുത്ത് വളരും. ഇത് ഏകദേശം 39-40 ലക്ഷം 39 ലക്ഷം ആയിട്ട് ഇത് വളരും. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേബിളായിട്ട് ഒരു 20 കൊല്ലത്തിനുള്ളിൽ നമുക്കിത് കിട്ടി എന്നുള്ളതാണ് ഇതിലത്തെ ഒരു കാര്യം പറയും. അപ്പോൾ എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി ഇൻട്രസ്റ്റിൻ്റെ മേത്ത് വേറൊരു ഇൻട്രസ്റ്റും കിട്ടും. അപ്പോൾ ഇങ്ങനെ കയറി ഇതിൽ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ FDയിൽ ഇടുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട കാര്യം, എല്ലാ വർഷവും TDS പിടിക്കും. ഇതിന്ന് എല്ലാ വർഷവും TDS പിടിക്കും. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക് എന്താണ്, ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ കട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ബുദ്ധിമുട്ട്. ഇനി ചിലതൊക്കെ 5 കൊല്ലം 10 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ഇതാണ്. പിന്നെ NRIസിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ TDS, NRI കൂടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ TDS വരില്ല. നമ്മൾ സാധാരണ NRO കൂടെ അല്ലാന്നുണ്ടെങ്കിൽ റെസിഡൻസിനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് സാധാരണ ഒരു FDയിൽ നടക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ എന്താ പറയുക, ആദ്യത്തെ വർഷം 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതിന് ഒരു വർഷം കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ അടുത്ത പ്രാവശ്യം 11 ലക്ഷത്തിൻ്റെ 10% കൊടുക്കുക. അപ്പോൾ ഇത്രയും രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഇനി അടുത്ത വർഷം 12.1 എന്നുള്ളതിന് 10% അങ്ങനെ കയറി വരും. ഇതാണ് നമ്മൾ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കോമ്പൗണ്ട്. അപ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു ഗുണം. ഇത് റിസ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടക്കും എന്നുള്ളതാണ് ഒരു റിസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ലോക്ക് ഇൻ പീരീഡ് എന്നുള്ളത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. 10 വർഷം 20 വർഷം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാർക്കറ്റിൽ ഒരു 15% റിട്ടേൺ കിട്ടിയിരുന്നു. ഞാൻ 15 കൂട്ടുന്നില്ല, ഒരു 12% വെച്ച് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം 10 വർഷം കഴിയുമ്പോൾ ഇത് ഏകദേശം ഒരു 31 ലക്ഷമായിട്ട് വളരും. ഇനി അതല്ല, ഒരു 20 വർഷം കഴിയുകയാണെങ്കിൽ ഏകദേശം ഒരു 96-97 ലക്ഷം രൂപയായിട്ട് വളരും. അപ്പോൾ ഇതിൽ നമ്മൾ വിചാരിക്കും എന്താണ്, ഇങ്ങനെ റിട്ടേൺ കിട്ടുന്നതാണ് നമ്മുടെ വിചാരം അല്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇത് ഇനി ആരോടും പറയണ്ട ഇതാണ് മെച്ചം എന്നുള്ളത് നമുക്ക് ഒരു ഡൗട്ടില്ല. പക്ഷേ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ. പക്ഷേ റിയാലിറ്റി എന്താ? റിയാലിറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിട്ടേൺ കിട്ടും. എന്താ പറയുക, 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമുക്കവിടെ മാർക്കറ്റിൽ ഇറങ്ങണം ഇങ്ങനെ താഴേക്കും മുകളിലേക്കും പോയിട്ടാണ് ഇത് ഈ പറഞ്ഞ റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ 96 ലക്ഷം എന്നൊക്കെ പറഞ്ഞത് എത്തും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാർക്കറ്റിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു റെഗുലർ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈം എനിക്ക് എപ്പോഴും പൈസ എടുക്കണം എന്നൊക്കെയുള്ള വിചാരിച്ചിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റിസ്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നടക്കുമ്പോഴുള്ള ഏറ്റവും വലിയ റിസ്ക് എന്താ, മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഹൈ ആൻഡ് ലോ വരും. ഇത് നമുക്ക് ഏറ്റവും വലിയൊരു ടെൻഷനാണ് ഇതിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഇതിൽ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. ഇതെപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ട്. ഈവൻ ഇതിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ലാർജ് ക്യാപ്പ് കമ്പനികളിൽ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഫ്ലക്ച്വേഷൻ നമ്മൾ കണ്ടുവരും. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത, നമുക്ക് ലോക്ക് ഇൻ പീരീഡ് ഇല്ല, ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ളൊരു വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടത് എപ്പോഴാണോ വിൽക്കുന്നത് ആ ടൈമിലെ
ടാക്സ് ഉള്ളൂ, പ്രോഫിറ്റിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അതിൽ തന്നെ വേറെ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും അല്ലെങ്കിൽ ഒരു എഫ് ഡിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമ്പോഴുള്ള ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് പലപ്പോഴും ഓരോ ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റിലേക്ക് വരുന്നത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10%, 12%, 15%, ഈവൻ ചിലർ 20% ഒക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും മാർക്കറ്റിലേക്ക് വരുന്നത്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റ് എക്സ്പീരിയൻസും എഫ് ഡി എക്സ്പീരിയൻസും രണ്ടാണ്. നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ റിട്ടേൺ കിട്ടുന്നത് ഈ ഫ്ലക്ച്വേഷനിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ പൈസ ഹോൾഡ് ചെയ്യാനുള്ള കഴിവിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ എഫ് ഡിന്ന് കിട്ടുന്നതിൻ്റെ പേരിലാണ്. അതിൽ ലോങ്ങർ പീരീഡിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഏകദേശം ഇതിൻ്റെ പകുതിയൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷേ അവിടെ കൺസിസ്റ്റൻസി ഉണ്ട്, മനസ്സമാനമുണ്ട്. അപ്പോൾ നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യം നമുക്ക് എത്ര ശതമാനം നമുക്ക് എഫ് ഡി പോലത്തെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ശതമാനം നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു അസറ്റ് ലൊക്കേഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. പവർ ഓഫ് കോമ്പൗണ്ടിങ് എപ്പോഴും ഉള്ള കൺഫ്യൂഷനാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതെങ്ങനെ നടക്കുന്നു എന്ന് വെച്ചാൽ ലോങ്ങർ ടൈമിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം മാർക്കറ്റ് അപ്രീസിയേഷൻ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതിലാണ് കിട്ടുന്നത് നമ്മുടെ മേജറായിട്ടുള്ള അപ്രീസിയേഷൻ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.